ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വണ്ടിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മളുടെ പുതിയ വീഡിയോ കാണുന്നതിനും പുതിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ആ സമയം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പെട്ടെന്ന് ആ വാഹനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനായിട്ട് എളുപ്പമാകും. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇത് ഒരു 2009 മോഡൽ ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ ഇന്നോവയാണ്. ഇത് വരുന്നത് 2009 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വി വേരിയൻ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വാഹനമാണ്. സിൽവർ കളറാണ്. ഫുള്ളി വൃത്തിയായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് ടൈപ്പ് 4ലേക്ക് നമ്മൾ തന്നെ വണ്ടി എടുത്ത് കൺവേർട്ട് ചെയ്ത് ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്ത് വൃത്തിയാക്കി നിർത്തിയിരിക്കുകയാണ്. പുതിയ 4 ടയറാണ്. കമ്പനി അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അധികം എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൈലബിൾ ആയിട്ടാണ് ഉള്ളത്. ഫാൻസി നമ്പറാണ്. എല്ലാ ഫങ്ഷൻസ് കാര്യങ്ങളും വർക്കിംഗ് ആണ്. നിലവിൽ വാഹനത്തിന് യാതൊരു വിധമായ പോരായ്മകളോ എടുത്താൽ ഉടൻ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമ്മൾ എല്ലാ വണ്ടിയിലും എടുത്തെടുത്ത് പറയുന്നില്ല എങ്കിലും നമ്മൾ ഒരു പോരായ്മ പെൻഡിങ് വർക്കുകളും വെച്ചുകൊണ്ട് ഒരു വണ്ടിയും കൊടുക്കുന്നില്ല. അത്രയും പോരായ്മകളുള്ള അത്രയും ലോ ബഡ്ജറ്റായിട്ടുള്ള വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല. അത്യാവശ്യം ഏത് വണ്ടി നമ്മൾ പരസ്യത്തിനിട്ടാലും അതിന് വേണ്ടുന്ന പോരായ്മ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് വൃത്തിയായിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കാരണം ഒരാൾ വാഹനം വാങ്ങിച്ചാൽ ഉടൻ തന്നെ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മൾ വാഹനം വിൽപ്പന ചെയ്യുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുമ്പോൾ AC, പവർ സ്റ്റിയറിങ്, ഫുൾ ഡോർ പവർ വിൻഡോ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വരുന്നതാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം. ഒന്നുകൂടി അറിയാൻ വേണ്ടി പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഫുൾ കൺട്രോൾ മൊഡ്യൂൾ കാര്യങ്ങളെല്ലാം സ്റ്റിയറിങ്ങിൽ തന്നെ വരുന്നുണ്ട്. സെൻട്രലൈസ്ഡ് AC ആണ്. 4 ബക്കറ്റ് സീറ്റും ഒരു ബെഞ്ച് സീറ്റുമാണ് വരുന്നത്. ഇൻറ്റീരിയൽ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടുള്ളൊരു വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടോപ്പ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സെറ്റ് വണ്ടിയിലുണ്ട്. എക്സ്ട്രാ ഹോണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡിക്കി കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. സ്റ്റെപ്പിനി ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാൻ പാകത്തിനുള്ളതുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സെൻസർ കാര്യങ്ങളെല്ലാം ഓൾറെഡി വണ്ടിയിലുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നതാണ്. 2029 വരെ ടെസ്റ്റിങ് കാര്യങ്ങൾ പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഈ വാഹനം വാങ്ങിക്കുക, ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഡീസൽ വാഹനമാണ്. ഇൻറ്റീരിയൽ കാര്യങ്ങളിലെ പോലെ തന്നെ എഞ്ചിൻ റൂം കാര്യങ്ങളും വളരെയധികം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നൊരു വണ്ടിയാണ്. ആക്സിഡൻറ്റ്, ഡാമേജ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. 2,70,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ടൊയോട്ട ഹിസ്റ്ററി അവൈലബിൾ ആണ്. പേസ്റ്റിങ്ങോ തട്ടുമുട്ട് ഡാമേജ് കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല. വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു എൻജിൻ റൂമാണ്. യാതൊരു വിധമായ ഓയിൽ ലീക്കുകളോ കംപ്ലൈൻറ്റുകളോ പുകയോ ഒന്നും ഈ വാഹനത്തിനില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ഈ വാഹനത്തിലുണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഓരോ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്താണ് വില ഈ വണ്ടിക്കും പറഞ്ഞിരിക്കുന്നത്. 5,25,000 രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില. ഈ വണ്ടി പത്തനംതിട്ട കോന്നിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.